ഞാൻ CI മന്മഥൻ. കുറേ നാളായി ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് ഇരിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ കിടക്കാനുള്ള ക്ഷീണം ഉണ്ടാവും. അങ്ങനെ ഒന്ന് കിടന്നാൽ ഉറങ്ങണമെന്ന് തോന്നും. ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ചാൽ ചാടി എഴുന്നേക്കുക. എണീറ്റ് കഴിഞ്ഞാൽ തലവേദനയും നടുവേദനയാണ്. ആരും കാണിച്ചില്ലേ? ഒരുപാട് പേരെ കാണിച്ച് പല ടെസ്റ്റും നടത്തി. പക്ഷെ അതിലൊന്നും ഒരു കുഴപ്പമില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യ മരിച്ചുപോയി. മക്കൾ രണ്ടും വിദേശത്താണ്. പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ജോലിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കുട്ടികളെ കൂടെ അവിടെ കൂടിയാലോ. പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖം? അല്ല, അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? അല്ല, അത് പിന്നെ ഈ അസുഖം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ഇല്ല. നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെന്ന് നോക്കിയാൽ അറിയാമല്ലോ വലിപ്പ ചെറുപ്പമില്ലാതെ എന്തുമാത്രം രോഗികൾ അവിടെ കിടക്കുന്നത്. ആർക്ക് എപ്പോ എന്ത് അസുഖം വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അതെ, അത് ശരിയാ സാർ. പക്ഷെ എന്തുകൊണ്ട് അയാളത് ചിന്തിക്കുന്നില്ല? ആര്? പെൻഷൻ ആയി കഴിഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും കണ്ടുകൂടാത്ത ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെന്ന് എന്തുകൊണ്ട് അയാൾ ചിന്തിക്കുന്നില്ല? ആര്? ആ SP കോയ സാർ. അയാൾ എന്ത് ചെയ്തു? അയാൾ കഴിഞ്ഞ ദിവസം എന്നെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞോളൂ. എന്നോട് പറയുക. ആ സാർ, ഓക്കെ സാർ. ഇല്ല സാർ, ഇല്ല. ഓക്കെ. സാറ് വിളിച്ചു എന്ന് പറഞ്ഞു. ആ വിളിച്ച് തൻ്റെ സൗന്ദര്യം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. കേട്ടോ, വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ തനിക്ക്? ഉണ്ടോ? താൻ ആരാണ്? ഞാൻ ഇവിടുത്തെ സർക്കിളാണ്. അതെ, സർക്കിളാണ്. വൃത്തം, പൂജ്യം, വട്ടപൂജ്യം. ആരെ തന്നെ ഈ സീറ്റ് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു കേസിന് തുമ്പുണ്ടാക്കിണ്ടോ താൻ? ഉണ്ടോ? SI മുതൽ താഴേക്കുള്ള ഒരു മേടിക്കണ കൈക്കൂലിയുടെ പങ്കുവറ്റില്ലല്ലേ തനിക്ക് പടി? അയ്യോ, ഇല്ല സാർ. ഇല്ലേ? ഇല്ല. SI കയറൂരി വിട്ടിരിക്കല്ലേ താൻ? SIക്ക് കയറില്ല സാർ. കയറ് മാത്രല്ല, അയാൾക്ക് ഇനി യൂണിഫോം ഉണ്ടാവില്ല. ഏടോ, ഈ പ്രമോഷൻ കിട്ടിയിട്ട് സർക്കിളായെന്ന് വിചാരിച്ചിട്ട് ബുദ്ധി വളരൂല. ബുദ്ധി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കേസ് താൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? വന്ന് നിൽക്കാണ് പോത്ത് പോലത്തെ ശരീരവും. പോലീസ് നായക്കുണ്ടോ തന്നെക്കാ ബുദ്ധി? സാർ, ആ മാല പിടിച്ച് പറിച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ആ ഓന പെടുന്ന ആ മാലയും മേടിച്ച് വെച്ച് പറഞ്ഞു വിട്ടേന് SI എത്ര പാരിതോഷികം തന്നെ എനിക്ക്? സാർ, ഞാൻ അറിഞ്ഞില്ല സാർ. താൻ അറിഞ്ഞില്ല? താൻ തുറങ്ങരുത്. ആ ബാങ്ക് കുത്തി തുറന്നതിന്റെ കേസ് എന്തായി? ആരെങ്കിലും കിട്ടിയോ? ഇല്ല സാർ. തുമ്പുവല്ലും കിട്ടിയോ? അത് ആ കുത്തി തുറന്ന പൂട്ടിന്റെ ബാക്കി ഭാഗം കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റേഷനിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എടോ, ഈ ജാതി സാധനങ്ങളൊക്കെ സ്റ്റേഷനിൽ വെച്ച പോലീസുകാരെ എടുത്ത് വല്ല ആക്രി കച്ചവടക്കാർക്ക് കൊടുക്കും. എടോ, മദ്യപിച്ചിട്ട് റോട്ടിൽ ഒരു കത്തിയായിട്ട് ബഹളം ഉണ്ടാക്കിയ ആളെ താൻ പിടിച്ചടിച്ചോ? അടിച്ചെന്നല്ലേ സാർ, അവനെ ഇടിച്ച് ഇഞ്ച പരിവാക്കി സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ട്. എടോ, മദ്യപിച്ച് നിൽക്കണോരെ നേരെ ചെന്ന് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അയാളുടെ കയ്യിലുള്ള കത്തിയെടുത്ത് തന്നെ കുത്തിയത്. ഇതിനൊക്കെ അനാശാസ്യ പ്രവർത്തനം നടക്കുന്ന ആ ലോഡ്ജിൽ താൻ റെയ്ഡ് നടത്തിയോ? റെയ്ഡിന് വേണ്ടി പോയി സാർ. എന്നിട്ട് ചെന്നപ്പോ മന്ത്രിയുടെ മകനാണെന്ന് അറിഞ്ഞോണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. എടോ, ഇതൊക്കെ മുമ്പ് മന്ത്രിയുടെ മോനാണോ അതല്ലാത്തവരാണെന്നൊക്കെ മുമ്പ് ഒരു അന്വേഷണം നടത്തിയിട്ട് ചെല്ലുകയാണ്. ഇതിന് പോവേണ്ട കാര്യമുണ്ടോ? ഈ റെയ്ഡിന് പോകേണ്ട കാര്യമുണ്ടോ? അതെ, കുറെ നക്ഷത്രം ഇങ്ങനെ ക്രിസ്മസിന് തൂക്കിയമാതിരി തോളത്ത് തൂക്കിട്ട് നടന്നുകൊണ്ട് സർക്കാരാവൂല. SI മുതൽ താഴെയുള്ള ആൾക്കാരെ വരച്ച വരയിൽ നിർത്താനുള്ള കഴിവുണ്ടാവണോ സാർ? എന്ത് സാറ് ചോദിക്കുമ്പോ സാർ എന്ന് പറഞ്ഞോണ്ട് കാര്യമുണ്ടോ? ഈ ശരീരത്തിന്റെ വളർച്ചക്കനുസരിച്ചെങ്കിലും ആ തലച്ചോറൊന്ന് വികസിപ്പിക്ക്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനൊരു ശ്രമം നടത്തി. ആ പ്രമോഷന്റെ ഇതിൽ അങ്ങനെ ഉയർന്നു വന്നാ പോരാ. ഡിപ്പാർട്ട്മെന്റിലേക്കും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്ക്. തന്നെ പോലുള്ളവർ ഈ ഡിപ്പാർട്ട്മെന്റിന് എടുത്ത് വലിച്ചെറിയണം. എന്നാലേ ഈ ഡിപ്പാർട്ട്മെന്റ് നന്നാവുള്ളൂ. മനുഷ്യന്മാരുടെ തലക്ക് ഭ്രാന്ത് ഒഴിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ദജ്ജാലുകൾ. അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ച് മനുഷ്യനെ ശല്യം ചെയ്യുക. മന്ത്രിമാര് മുതലുള്ള സകല ആൾക്കാരും തെറി ഞാൻ കേൾക്കണോ എന്ന് നേരം വെച്ചിട്ടാണ് ഞാൻ ജോലി ചോദിക്കാണ്. എന്നെ കൊണ്ട് പറ്റൂല. ഇത് വേണ്ടാത്ത പ്രശ്നമൊക്കെ വായിക്കണം കയറ്റി വെക്കണം. വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെ കിടക്കണേ. അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ജാതി പണി എന്നെ പറ്റൊക്കെ നേരായിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഇരിക്കും ഈ സീറ്റിൽ. മിസ്റ്റർ മന്മഥൻ, മനുഷ്യ മനസ്സിന് ഒരു മിനിറ്റ്. കൊച്ചുമോന, ഹലോ,
ഹലോ പറയൂ. കേൾക്കുന്നില്ല. ആ ആ പറഞ്ഞോളൂ. ഒരു സംശയം ചോദിക്കാനാ. ചോദിക്കും. പിന്നെ അപ്പപ്പാ, പുല്ലിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു, പാമ്പിനെ പരുന്ത് ഭക്ഷിക്കുന്നു. ഇതിന് എന്താ പേര് പറയുന്നേ? അതിന് കരയിലെ ആവാസ വ്യവസ്ഥ എന്ന് പറയും. അല്ല സാറേ, ഇത് ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സേവന വ്യവസ്ഥ എന്ന് പറയും.